ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈ ഗായ്സ്. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് നാളായെന്ന്, പക്ഷേ ഈ വീഡിയോ കുറച്ച് പ്ലാൻഡ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ദിസ് വീഡിയോ, ഈ ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ അടുത്ത ദിവസമാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ അറിയാം ഞാൻ നല്ല ടയേർഡാണ്. ഇച്ചിരി എനർജി ഉണ്ടെങ്കിലും ഞാൻ ആക്ച്വലി കുറച്ച് ടയേർഡാണ്. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഇൻട്രോ അടുത്ത ദിവസം ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത് വീഡിയോ കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ് ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. ഞാൻ നിൽക്കുന്ന ടൗണിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക. ഇവിടെ നിന്ന് ഒരു ട്രെയിന്, 2 ട്രെയിന്, പിന്നെ ഒരു ഫ്ലൈറ്റ്, 2 ട്രെയിനിലങ്ങ് എത്തും. സോ ട്രാവൽ ചെയ്യാൻ നേരം ഭയങ്കര അടിപൊളിയായിട്ട് ഡ്രസ്സിങ് ഒന്നുമില്ല, ജസ്റ്റ് കോസി ആയിട്ടുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളും. ഞാൻ ജസ്റ്റ് ഒരു ജാക്കറ്റും ടീഷർട്ടും പാൻറ്റും ഇട്ട് ഇറങ്ങിയേക്കുക. അതുമാത്രമല്ല, ഇത് ഭയങ്കര ഇമോഷണൽ കൂടിയായിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഐ എം ഗോയിങ് ഫോർ 2 months ആൻഡ് ലെറ്റ്സ് സീ എന്തൊക്കെ നടക്കും, എങ്ങനെയൊക്കെ നടക്കും, എന്തൊക്കെ നടക്കും, എപ്പോഴൊക്കെ നടക്കും. അവിടെ നിൽക്കുന്ന ആ ആൾക്കാരെന്നെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാരാണ്. ഡേ വെങ്കട്ട്, will you miss me here? You were asking on camera, then no. Again, will you miss me here? Sensa? You know that? I don't want to tell anything. What do you want to say? I want to miss you. Now in marriage, ഇവിടെ നിന്ന് പോകുന്ന ഫ്ലൈറ്റുകളെല്ലാം ഇപ്പോൾ ഇതിലുണ്ട്. അതിൽ ഞാൻ പോകുന്ന ഫ്ലൈറ്റ് ഇതാ അമ്മാൻ. ചിയേഴ്സ്. കാണിച്ചേക്കുന്ന ഫ്ലൈറ്റുകളുടെ ലിസ്റ്റിൽ ഞാൻ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് ഇല്ല എന്നുള്ളത് കുറച്ച് ടെൻഷൻ ഉളവാക്കുന്ന സാധനമല്ലേടാ. സന്തോഷമാണ് വിഷമമാണ് എനിക്ക്. ഞാൻ ബുക്ക് ചെയ്ത റോയൽ ജോർഡാനിയൻ എന്നുള്ള ഫ്ലൈറ്റ് ആക്ച്വലി ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് എനിക്ക് സന്തോഷമുണ്ട്. ബിക്കോസ് ഞാൻ വിചാരിച്ചു ഇനി അങ്ങനത്തെ ഒരു ഫ്ലൈറ്റ് ഇല്ലെങ്കിലും ഇനി എനിക്കൊരബദ്ധം പറ്റും, അങ്ങനെ വരെ ഞാൻ ഓവർ തിങ്ക് ചെയ്തെന്നേ. കാര്യം എനിക്കറിഞ്ഞുകൂടാത്തൊരു ഫ്ലൈറ്റ് ഞാൻ പോകുമ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ അടിച്ചു. അങ്ങനെ വരെ ഞാൻ ടെൻഷൻ അടിച്ചു. നിങ്ങൾ കാണുന്നുണ്ടാവും, ആകെ എനിക്ക് തോന്നുന്നു 3 ആൾക്കാരാകുന്നുണ്ട് അവിടെ ഉള്ളത്. ഭയങ്കര സ്ലോ ആയിട്ട് ഈ ചെക്കിൻ നടക്കുന്നത്. പേരറിഞ്ഞൂടാത്തൊരു എയർലൈൻസിൻ്റെ ബോർഡിംഗ് പാസും കിട്ടിക്കൊണ്ട് പോകുവാൻ. ഈ വെള്ളം എനിക്ക് മോഷൻ സിക്നസ് ഉള്ളതുകൊണ്ട് അവോമിൻ കഴിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ച് വാങ്ങിച്ച വെള്ളം കടത്തി വിടൂല എന്നൊക്കെ ആദ്യം എൻ്റെ കൂടെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ച് വാങ്ങിച്ച് കൊണ്ടുവന്നത് ഛർദ്ദിക്കാണ്ടിരിക്കാൻ. നമ്മളിതാ ബെർലിൻ ഡ്യൂട്ടി ഫ്രീക്ക് അകത്താന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ മൊത്തവും കുപ്പികളാണ്. പ്രത്യേകിച്ച് കുപ്പി ആർക്കും കൊണ്ട് കൊടുക്കാനില്ലാത്തത് കൊണ്ട് കുപ്പിയുടെ ഒരാവശ്യം എനിക്ക് വരുമെന്ന് തോന്നുന്നില്ല. ഈ കിടക്കുന്ന കുരുട്ട ഫ്ലൈറ്റാണ് എൻ്റെ ഫ്ലൈറ്റ് എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കുരുട്ട് എയർലൈൻസിലോട്ട് കയറാൻ പോവുകയാണ്. എൻ്റെ ബോർഡിംഗ് ടിക്കറ്റും എല്ലാം ഉണ്ട്. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബേസിക്കലി എനിക്ക് തോന്നുന്നു റോയൽ ജോർഡാനിയൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ആയിരിക്കും. ഐ ഡോണ്ട് നോ ഞാൻ എന്താ ഈ വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ നാട്ടിൽ പോകുന്ന വെറുതെ വ്ളോഗ് ചെയ്യാമെന്ന് തോന്നും. വേറെ ഒന്നും എനിക്ക് കിട്ടിയില്ല വ്ളോഗ് ചെയ്യാൻ. സോ ഐ തോട്ട് വൈ നോട്ട് ചെയ്യാമെന്നല്ലേ. ആൻഡ് ഇതൊരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡാണ് എനിക്ക്. ബിക്കോസ് കുറേ കാര്യങ്ങൾ മാറി തിരിഞ്ഞ് മറിഞ്ഞ് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എൻ്റെ ഓക്കെ ലൈഫല്ല, എല്ലാം സംഭവിക്കത്തില്ല. സോ ഐ എം ഫൈൻ ആൻഡ് ഫ്ലൈറ്റിൽ കയറാം. ബാക്കി വിശേഷം ഫ്ലൈറ്റിൽ വെച്ച് കാണിച്ചു തരാം. സോ ഞാൻ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇതെന്ന് പറയുന്ന വളരെ ചെറിയൊരു ഫ്ലൈറ്റാണ്. ഞാൻ വിചാരിച്ചതിൻ്റെയും ചെറിയ ഫ്ലൈറ്റാണ്. ആവേശമോ എനിക്കുണ്ട്. എനിക്ക് നല്ല ടെൻഷനുണ്ടെന്ന് ഈ ഫ്ലൈറ്റിൽ യാത്ര എന്താണെന്ന് എനിക്കറിയത്തില്ല. പൊതുവേ ഇല്ലെങ്കിലും എനിക്ക് നല്ല ടെൻഷനാണ് ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ. ഇതിന് പ്രത്യേകിച്ചൊരു ടെൻഷൻ. ഞാൻ ഫ്ലൈറ്റിൻ്റെ അകം കാണിച്ചു തരാം. ഇനി ഈ ഫ്ലൈറ്റ് ഞാൻ ചൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ മിക്കവാറും ഇല്ല. ഫ്ലൈറ്റിന് മുന്നേ ഉള്ള എൻ്റെ അഭിപ്രായമാണ് മിക്കവാറും ഇല്ല എന്നുള്ളത്.
ഫ്ലൈറ്റിന് ശേഷം എന്താ അഭിപ്രായമെന്ന് തന്നെ നോക്കാം. പിന്നെ ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചത് അറിഞ്ഞത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ജൂൺ 2025 തോന്നുന്നു റോയൽ ജോർഡാനിയൻ ബെർലിൻ ടു മുംബൈ ഫ്ലൈറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനിയും ഫ്ലൈറ്റ്സ് മുംബൈയിലോട്ടല്ല ഇന്ത്യയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. ഇതാണ് ഈ ഫ്ലൈറ്റിൻ്റെ അകമെന്ന് പറയുന്നത്. ഒരു 2.5 മീറ്റർ വീതി ഇതിനുള്ളിലുണ്ടാവുമായിരിക്കും. ഇതാണ് ആ ഫ്ലൈറ്റ്. കുഞ്ഞ് സീറ്റും എല്ലാം ആയിട്ട് ഉണ്ട്. പിന്നെ എക്കണോമി ആയതുകൊണ്ടും പിള്ളേരുടെ കരച്ചിലും അതും ഇതും എല്ലാം ആയിട്ട് കുറച്ചധികം സൗണ്ട് ഉള്ളതുകൊണ്ട് ഈ വോയിസ് ഒക്കെ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നോക്കാം. ഇനി ഫുഡും കാര്യങ്ങളും ഒക്കെ വരട്ടെ. ഇതിൻ്റെ ടർബുലൻസും സർവീസും എല്ലാം നോക്കാം. ഈ ഫ്ലൈറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ അധികം ഫ്ലൈറ്റിലൊന്നും കയറിയിട്ടില്ല. എന്നാലും ഈ ഫ്ലൈറ്റിനെ പറ്റി ഞാൻ അറിയുന്നത് തന്നെ ആദ്യമായിട്ടാണ്. ഫ്ലൈറ്റിൽ പോകാൻ നേരം ട്രാവൽ ചെയ്യാൻ ഞാൻ ഒട്ടും നല്ലൊരു പാർട്ട്ണറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കെന്താ ഫുഡ് പോലും ഞാൻ കഴിച്ചില്ല. ആ ഫുഡ് ആക്ച്വലി ഒരു ദുബായ് മന്തിയുടെ ടേസ്റ്റ് ഉണ്ടെന്നാണ് എൻ്റെ അടുക്ക പറഞ്ഞത്. പക്ഷേ ഞാനത് കഴിച്ചില്ല. പകരം ആ മീറ്റിംഗ് ദിസ് നൗ കഴിച്ചു. എത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഇസ്രായേലിൻ്റെ മുകളിലാണ്. ഞാൻ കാണിച്ചു തരാം. സോ ഇപ്പോൾ ഇത് ടെലവീവ്, ഗാസ സിറ്റി, ജെറുസലേമിൻ്റെ ഇതിലേക്ക് അടുത്തൂടെയൊക്കെയാണ് പോകുന്നത്. ജോർഡൻ എന്ന് പറയുന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. ഇനി ജോർഡന് അടുത്ത കണക്ഷൻ മുംബൈ. ഫ്ലൈറ്റ് ഇത് ആൾക്കാരൊക്കെ ഇറക്കി. ഞാൻ എന്താ ഈ എയർപോർട്ടിൻ്റെ അതുകൂടെ അങ്ങനെ നടക്കുക. അവനെ നോക്കി. ഇത് ജോർഡൻ്റെ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന. പിന്നെ മോഷൻ സിക്നെസ് ഉള്ളത് കൊണ്ട് എൻ്റെ അവസ്ഥ വളരെ ദാരുണമാണെന്ന് വെച്ചാൽ വളരെ ദാരുണമാണ്. ഞാൻ ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ കൂടെ വാള് വയ്ക്കുന്നുണ്ട്. മോഷൻ സിക്നെസ് ഉള്ളവരൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇട്ടോ. എനിക്കൊരു കൂട്ടിന. അങ്ങനെ 2 മണിക്കൂർ എനിക്കിനി വെയിറ്റിംഗ് ടൈമും ഉണ്ട്. വാള് വെച്ച് തളർന്ന് എനിക്ക് ആരെന്തു തരാനാ. സോ നമ്മൾ ജോർഡനിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റിൽ മുംബൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കമ്പാരിറ്റീവ്ലി ബെർലിനിൽ നിന്ന് ജോർഡനിൽ വരെ വന്ന ഫ്ലൈറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. നേരത്തെ ഉള്ള വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു ഫ്ലൈറ്റും കുറച്ചും കൂടെ ക്ലീൻ ആയിട്ടുള്ളൊരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ മീലിൽ ഇതാ ചോറും വയറും ഇതൊക്കെയായിട്ട് വേവിച്ചൊരു സാധനം, വെള്ളവും എന്തോ സാലഡും അതൊക്കെ ആര് കഴിക്കുന്നുണ്ടോ. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ ഫ്ലൈറ്റിലെല്ലാ ഫുഡും അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് മുംബൈ. ഞാൻ രാവിലെ 8 മണി 8:30 ആവാറായപ്പോൾ തന്നെ ഇവിടെ മുംബൈ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇനി ഇങ്ങോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നടന്നാലും തീരാത്തൊരു മുംബൈ എയർപോർട്ടിൽ കൂടെ കഴിഞ്ഞൊരു 10-20 മിനിറ്റായിട്ട് ഞാൻ നടക്കുക. നോക്കട്ടെ. ഇനി നേരെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ബാഗേജ് ക്ലെയിമിലോട്ട് പോകാനുള്ള സമയമായി. എല്ലാം കഴിഞ്ഞ് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്നത്
എങ്ങോട്ടേക്കാ? ബാഗേജ് ക്ലെയിമിലോട്ട്. ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഐ തിങ്ക് ബെർലിൻ്റെയും കൊള്ളാം ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ. സോ ഐ ജസ്റ്റ് ഗോട്ട് ഓൺ ദ കാർ. ലൈക്ക് അവിടെ എത്തി ഒരു ടാക്സി ബുക്ക് ചെയ്തു ഇനി നവി മുംബൈയിലേക്ക്. ബിക്കോസ് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഒന്നുമില്ല എൻ്റെ കയ്യിൽ. സോ അതായിരുന്നു നമ്മുടെ വ്ളോഗ്. എന്തോ തോന്നുന്നു വ്ളോഗ് കണ്ടിട്ട്? എനിക്കറിയാം കണ്ടിന്യൂറ്റി ഒക്കെ കുറച്ച് കുറവാണ് ആ വീഡിയോസിൽ. കാര്യം ഓരോ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ അതെടുത്തില്ല ഇതെടുത്തില്ല, അവിടെ സംസാരിച്ചില്ല ഇവിടെ സംസാരിച്ചില്ല, ഇതൊക്കെ എനിക്കറിയാം. നമുക്കതൊക്കെ ശരിയാക്കാന്നേ, ഇങ്ങനെയൊക്കെയല്ലേ പോകുന്നത്. ആൻഡ് ഈ വീഡിയോയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു റോയൽ ജോർഡാനിയൻ്റെ ഫ്ലൈറ്റ് ഞാൻ ഇനി ബുക്ക് ചെയ്യുമോ ഇല്ലേ എന്ന് ചോദിച്ച ഡൗട്ടാണ്. ആക്ച്വലി ജോർഡാനിൽ നിന്ന് മുംബൈയിലോട്ടുള്ള ഫ്ലൈറ്റ് അത്യാവശ്യം നല്ല ഫ്ലൈറ്റായിരുന്നു. പക്ഷേ ബെർലിൻ ടു ജോർഡൻ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഫ്ലൈറ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അല്ലാണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ട്രാവൽസിനൊക്കെ ആ ഫ്ലൈറ്റ് വലിയ കുഴപ്പമില്ല കേട്ടോ. ലോങ് ട്രാവൽസിന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇനി അത് എടുക്കുമെന്ന്. ബട്ട് സ്റ്റിൽ ചീപ്പർ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ നമ്മൾ അത് നോക്കത്തില്ലേ. അതും ഞാൻ ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്, അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്യേണ്ടി വന്നത്. ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പി വിത്ത് ഓൾ ദാറ്റ് ഹാപ്പൻ. ആൻഡ് ആ മോഷൻ സിക്നെസ്സും എല്ലാം കാരണം ഞാൻ ആകെ തളർന്നു പോയായിരുന്നു. അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങൾ എല്ലാ അഭിപ്രായങ്ങളും, ഓൾ ഒപ്പീനിയൻസ്, എവറിത്തിങ് യു ക്യാൻ ജസ്റ്റ് ടെക്സ്റ്റ് മീ ഓർ യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു ആൻഡ് ബൈ.